ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തമിഴിൽ കണ്ടിട്ട് തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയൊരു മാറ്റത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വലുതായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ കേട്ടനൊക്കെ ഇടാൻ പോകണം കേട്ടോ. നമ്മൾ വീട് കെട്ടിയിട്ട് ഏകദേശം ഒരു 3 ഇയേഴ്സ് എബോ 3 ഇയേഴ്സ് ആകാറായി, കറക്റ്റായിട്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരിക കേട്ടോ. നമ്മൾ വീട് പണി കഴിഞ്ഞതും നമുക്ക് ഏകദേശം നമുക്ക് താമസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമ്മൾ താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കേട്ടൺ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഇതിന്റെ പൈപ്പ് എടുക്കും ഒപ്പം വിളിക്കട്ടെ മേൽഭാഗം. ഓക്കെ, അരി കുടിച്ച് അടിഭാഗം മട്ടക്കോലുണ്ടോ അവിടെ? വീട്ടിൽ എന്തൊരു കാര്യം തന്നെയാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ആളെ വിട്ടിട്ടൊന്നും ചെയ്യിക്കാറില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. നല്ലത് പെയിന്റ് കറക്റ്റായി. നെക്സ്റ്റ് പെയിന്റ് കറക്റ്റ് ആവാണ്ടേ സ്പ്രേ ഒരു അടിച്ചാവോ അടിക്കുന്നു. ഭയങ്കര ചന്തി കൊണ്ടിരിക്കുന്നു. ഗ്ലാസ് പാത്രക്കാരെ കൂട്ടി പോയിട്ട് അങ്ങനെ കിട്ടിട്ട് നോക്കണ്ടേ? കിട്ട് തേപ്പൊക്കെ ഇല്ലേ തേച്ച് കയറി. നമ്മളിൽ ഓരോ മിഡിൽ ക്ലാസ് ഫാമിലിയും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ പോലും മാക്സിമം നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ അച്ഛൻ ആ ഒരു ടൈമിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ സ്വയം ചെയ്യാനാണ് നോക്കുക കേട്ടോ. പുറത്തുള്ളവർക്ക് പൈസ കൊടുത്ത് സർവീസ് ചാർജും കൊടുത്തൊന്നും ചെയ്യിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരൊക്കെ അവരുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തൊരു കാര്യമാണെങ്കിലും മാക്സിമം അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. നമുക്കത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നല്ലതുമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും കേട്ടോ അതിലൂടെ. നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെയുള്ള റൂമിലൊരു ജനാലയുണ്ട്, അതിലും വിൻഡോയിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ അടുക്കളയിൽ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ തന്നെ അരച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ അനിയൻ മേലെ നിന്നിട്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്യുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഒറ്റ കൈ പിടിച്ചിട്ട് ഒറ്റ കയ്യിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 പേർക്ക് ജനാലിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഓവർ വെയിറ്റ് ആയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ നമുക്ക് വേറെ
സ്റ്റെയർ കാര്യങ്ങളോ ലൈക്ക് എന്താ പറയുക ഏണി കാര്യങ്ങളൊന്നും വെക്കാനും പറ്റില്ല, സ്റ്റെപ്പിലുള്ള ഭാഗമല്ല, അതുകൊണ്ട് അതും പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചത്, ഞങ്ങൾ 3 പേരുള്ള ഫോട്ടോസും പിന്നെ ബുദ്ധനും പിന്നെ അനിയൻ്റെ ഒരു വണ്ടിയൊക്കെയാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാണ് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഭവം മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ എന്താ പറയുക പാവ്, നമ്മൾ വെള്ളപ്പാവ് അത് ഇങ്ങനെ കുതിർത്തതിന് ശേഷം ചൂടാക്കി അത് മെൽറ്റാക്കിയതിന് ശേഷം അത് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ നേരിട്ട് ഒഴിച്ച് തന്നെ ഇപ്പോൾ ഒരാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ എന്നോട് ഹെൽപ്പ് ചോദിച്ചതാട്ടോ. അപ്പോൾ 2 പേരും കൂടിയിട്ട് ഒരാൾ മിക്സ് ചെയ്യുന്നു, ഒരാൾ ഒഴിക്കുന്നു. ആ കമ്പിയിൽ കർട്ടൻ കോർക്കുന്നത് ഞാൻ അനിയനോട് ഏട്ടനോട് ഐഡിയ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ചെയ്യണം അവിടെ ഞാൻ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ മടക്കി തെറ്റിപ്പോയിട്ട് അപ്പോൾ അനിയൻ തന്നെ പറഞ്ഞു അതിന് കട്ടിൽ എങ്ങനെ തന്നെ കോർത്തെടുക്കണം, നല്ലത് വെട്ടാനിയും കോർത്തിട്ട് പിന്നെ ശശിയായി പോയി. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ കർട്ടനൊക്കെ ഇട്ട് വന്നപ്പോൾ 2 കർട്ടൻ 2 ഡിസൈൻ ആട്ടോ. ഒന്ന് ഡാർക്ക് നമ്മൾ കോഫി ബ്രൗൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരു ഡിസൈൻ മാത്രം ഒന്ന് വേറൊരു ഡിസൈൻ ആയിട്ട് നമ്മൾ ഹാളിൽ ഒരു ഡിസൈൻ ഇട്ടിട്ട് റൂമിൽ 2 റൂമിൽ വേറൊരു ഡിസൈൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ളൂ, കളറൊക്കെ ഒരുപോലെ ഇരിക്കും, ചെറിയൊരു ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്താണ് ഡിസൈൻ മാറിയപ്പോൾ അതിൻ്റെ ലെങ്ത്തിലൊരു കുറവ് വന്നു കേട്ടോ. അപ്പോൾ മേലെ ഞങ്ങൾ ഇട്ടതിൽ ലെങ്ത്ത് ഭയങ്കര കുറവ്, റൂമിലൊക്കെ ഇട്ടതിലൊക്കെ ലെങ്ത്തൊക്കെ നല്ല കുറവ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമുക്ക് അറിയുന്ന ഷോപ്പ് തന്നെയാണ്, നമ്മൾ അവിടെ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അങ്ങനെ അവർ തരാറുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് കൊടുത്തിട്ട് വേറെ നമുക്ക് ഷെയ്ഡ് എടുക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെ എടുത്തു. കോമൺ ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യലാണ് മെറൂൺ ഷെയ്ഡ്. പക്ഷെ നമ്മൾ ഒരുപാട് ലൈറ്റ് കളറിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായി നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്ലാസ് എന്താ പറയുക ഭയങ്കര റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് ഒരു ക്രീമി ഷെയ്ഡൊക്കെ, എന്താണ് കുറച്ച് ലൈറ്റ് ഷെയ്ഡൊക്കെ. പക്ഷേ എന്താ പറയട്ടെ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ആൾക്കാരാണ്, കൈയൊക്കെ തൊട്ട് മുട്ടിയിട്ടൊക്കെ അവിടെ ഒരു കറുപ്പ് കളറൊക്കെ ഷെയ്ഡൊക്കെ ആവട്ടെ, അപ്പോൾ വൃത്തികേടാവും. അതിന് വേണ്ടി നമുക്ക് ഡാർക്ക് ഷെയ്ഡാണ് നല്ലത്. നമ്മളെ കൊണ്ട് വെറുതെ മാറ്റാനൊന്നും നമുക്ക് വകുപ്പൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി ലേറ്റായി പോയി. അപ്പോൾ എന്നാലും അതിൽ കൈ വെച്ചാലും നനവ് തട്ടിയാലും ഒക്കെ കറുപ്പ് കളറ് ഒരു കുത്തൊക്കെ വരാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നുന്നു മെറൂണിനെക്കാട്ടിലും കോഫി ബ്രൗണിനെക്കാട്ടിലും മെറൂൺ കുറച്ചുകൂടി നമ്മുടെ റൂമിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ആ സാധനം കൊണ്ട് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അറിയുന്ന ഷോപ്പായതുകൊണ്ട് അവർ സാധനങ്ങളൊക്കെ അതുപോലെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഓരോ ജനലിലും ഇപ്പോൾ വലിയ ജനലിൽ വന്നിട്ട് നമുക്ക് 3 പീസാണ് വേണ്ടത്. ഇതൊരു എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു കർട്ടനാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതൊന്നുമല്ല, പറഞ്ഞ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് വലിയ ഇതുപോലെ 3 പാളിയുള്ളതിലൊക്കെ പറഞ്ഞാൽ 2 ആയിട്ടൊക്കെ കിട്ടും, നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം. പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ള കളർ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പാളിയുള്ളതിൽ 3 ഇട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പാളിയുള്ളതിൽ 2 എന്നാൽ മാത്രം ഭംഗി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എണ്ണം കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയ കളറും എല്ലാം കൂടി എണ്ണവും കിട്ടണമല്ലോ. ഏകദേശം ഒരു കളറിൽ 20 പീസൊക്കെ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായത്. നമുക്ക് ഏകദേശം 19 പീസ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 പാളിയുള്ളത് 4 ഉണ്ടായിരുന്നു, 2 പാളിയുള്ളത് 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. പിന്നെ ഒരു ജനലിൽ മാത്രം നമുക്ക് വെക്കാനുണ്ട്, സ്റ്റെയറിൻ്റെ താഴെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഇതുപോലെ വെക്കാൻ പറ്റില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ട കുറച്ച് വേറെ സാധനങ്ങൾ വാങ്ങിയിട്ട് ആ കർട്ടനും ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. എന്താ പറയുക, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സുഖമാണല്ലേ, വല്ലാത്തൊരു സന്തോഷം എന്ന് പറയുമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു, കഷ്ടപ്പെട്ടു വാടക വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് വീട് മെല്ലെ കെട്ടുന്നു, നമ്മൾ താമസിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കെട്ടിയതിന് ശേഷം പിന്നെ ഓരോന്നോരോന്ന് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ അറിയുകയും ചെയ്യും, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. പിന്നെ അതിനൊരു സുഖം തന്നെയാണ് കേട്ടോ. എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയും എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എണ്ണപ്പലഹാരം വാങ്ങിയിട്ടുണ്ട്. ഈ മഴയാവുന്ന സമയത്തൊക്കെ ഇതൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഏട്ടനും അനിയനും അടുപ്പിച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഓരോ കണക്ക് കാര്യങ്ങളൊക്കെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ.
കിഡ്സ് മൂവീസൊക്കെ നമുക്ക് ഇത്ര പ്രായമായിട്ട് പോലും ഇരുന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും, എൻ്റെ അമ്മ അടക്കം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അമ്മ അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് സെൻറ്റിമെൻ്റൊക്കെ ഉള്ളൊരു മൂവിയും കൂടിയായിരുന്നു. അതുകൊണ്ട് അമ്മയും ഇങ്ങനെ ഇരുന്ന് കണ്ടു. അയ്യോ പാവം പോലെ തോന്നിയിട്ട് ആ ഡൈനോസറിനൊക്കെ കണ്ടപ്പോഴൊക്കെ. പിന്നെ നമ്മൾ ആ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണപ്പലഹാരം വാങ്ങുമ്പോൾ അതിൽ പരിപ്പ് വട ഉണ്ടായിരുന്നു. പരിപ്പ് വട വെച്ചിട്ട് അമ്മ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതും കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.